പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അതിയാരത്ത് കുഞ്ഞുണ്ണി നായർ അദ്ദേഹം പറഞ്ഞ ഒരു പ്രസ്താവന, അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയ ഒരു പ്രസ്താവന വായിച്ച് നമുക്ക് ആരംഭിക്കാം. ഒരുപക്ഷെ അതിയാരത്ത് കുഞ്ഞുണ്ണി നായർ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാനില്ല, അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. പിടികിട്ടുകാരാണ് കുഞ്ഞുണ്ണി മാഷ അല്ലേ? കുഞ്ഞുണ്ണി കവിതകൾ എന്ന പേരിൽ വളരെ പ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ ഒന്നാണ് ഞാൻ വായിച്ചത്. വായന അന്യം നിന്ന ഒരു കാലത്താണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. ഏത് വായനയും, ബൈബിള് മാത്രമല്ല, ഏത് വായനയും ഈ പുസ്തക പ്രസാധകരോട് ചോദിച്ചാൽ അറിയാം അവരുടെ കഴിഞ്ഞ ചില വർഷങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തത, അവരുടെ പ്രസാധന രംഗത്ത് വന്നിരിക്കുന്ന വ്യത്യസ്തത. പുസ്തക പ്രസാധനം വളരെ കുറവാണ്, വിൽപ്പന വളരെ കുറവാണ്. ഒരുപക്ഷെ നമുക്ക് പറയാം ഡിജിറ്റൽ മീഡിയയിലേക്ക് മാറിയത് കൊണ്ടാകാം പുസ്തക പ്രസാധനം കുറഞ്ഞത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. വായന വളരെ കുറഞ്ഞു. വായന കുറഞ്ഞോ? നിങ്ങളൊന്ന് പറഞ്ഞേ. കുറഞ്ഞോ? വളരെ കുറഞ്ഞിട്ടുണ്ട് അല്ലേ? നമ്മൾ തന്നെ മുമ്പ് ബൈബിൾ വായിച്ചിരുന്നത് പോലെ ഇപ്പോൾ വായിക്കാറുണ്ടോ? ഉണ്ടോ? നമ്മുടെയൊക്കെ സഭകളിലെ പല പ്രിയപ്പെട്ടവരോടും ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് വായന ഒട്ടുമില്ല. ഞായറാഴ്ച സഭയിൽ വരുമ്പോൾ സങ്കീർത്തനം വായിക്കുന്ന കൂട്ടത്തിലൊന്ന് വായിക്കും, വാക്യം പ്രതിവാക്യമായിട്ടൊക്കെ വായിക്കുന്നത് കൊണ്ട് ഒന്ന് വായിക്കും, അല്ലാതെയുള്ള വായന വളരെ കുറവാണ് എന്ന് പൊതുവെ ക്രിസ്ത്യാനികളും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. വായനയെക്കുറിച്ച് ക്രിസ്തീയ ലോകത്ത് ഉണ്ടായിരുന്ന നമ്മുടെ ജോർജ് മ്യൂളർ, അദ്ദേഹത്തെ നമുക്ക് വളരെ പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ കൂടെയും ജീവചരിത്രത്തിൽ കൂടെയും ഒക്കെ നമുക്ക് വളരെ പരിചയമുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവന ഇങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞു: സന്തോഷകരവും ഫലകരവുമായ ദൈവിക സേവനത്തിൽ എനിക്ക് നിലനിൽക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു പ്രധാന കാരണം ഞാൻ വിശുദ്ധ തിരുവെഴുത്തുകളെ സ്നേഹിക്കുന്ന ഒരാളായിരുന്നു എന്നതാണ്. വർഷത്തിൽ 4 തവണ ബൈബിൾ വായിക്കുന്നത് എൻ്റെ ശീലമാണ്. പ്രാർത്ഥനാപൂർവം അത് ഹൃദയത്തിൽ സംഗ്രഹിക്കുക, കണ്ടെത്തുന്നത് പ്രാവർത്തികമാക്കുക. 69 വർഷമായി ഞാൻ ഒരു സന്തുഷ്ട മനുഷ്യനാണ്. അതിന് കാരണം അദ്ദേഹം പറഞ്ഞത്, ഞാൻ വർഷത്തിൽ 4 തവണ ബൈബിൾ വായിക്കുന്ന ഒരാളാണ് എന്നാണ്. 1981 മുതൽ 1989 വരെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന റൊണാൾഡ് റീഗൻ, നമുക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട് എഴുത്തുകളിൽ കൂടെയൊക്കെ വായനയിൽ കൂടെയൊക്കെ. അദ്ദേഹം പറഞ്ഞ ഒരു പ്രസ്താവന ഇങ്ങനെയാണ്: ബൈബിൾ എന്ന ഒരൊറ്റ പുസ്തകത്തിൻ്റെ പുറംചട്ടയ്ക്കുള്ളിൽ ഇന്ന് നാം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള എല്ലാ ഉത്തരങ്ങളുമുണ്ട്. അത് നാം വായിച്ച് വിശ്വസിച്ചാൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബൈബിൾ എന്ന പുസ്തകത്തിൻ്റെ പുറംചട്ടയ്ക്കുള്ളിൽ എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ എമി കാർമൈക്കിൾ ഒരു മിഷണറി ആയിരുന്നു, ഇന്ത്യയിലും പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്, നമുക്കറിയാം. എഴുത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്: നല്ല പുസ്തകങ്ങൾ ഒരിക്കലും ബൈബിളിൻ്റെ സ്ഥാനം ഏറ്റെടുക്കരുത്. കിണറ്റിൽ നിന്ന് ഒഴുകുന്ന അരുവികളിൽ നിന്നല്ല, കിണറ്റിൽ നിന്ന് തന്നെ കുടിക്കുക. ബൈബിൾ സംബന്ധമായി ധാരാളം പുസ്തകങ്ങളുണ്ട്. പക്ഷേ എമി കാർമൈക്കിൾ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, അതിൽ നിന്നൊന്നുമല്ല, പ്രധാനമായിട്ടും വായിക്കേണ്ടത് ബൈബിൾ ആണ് എന്നുള്ളത്. നമുക്കറിയാം, ബൈബിൾ ദൈവത്തിൻ്റെ പുസ്തകമാണ്, മനുഷ്യൻ്റെ പുസ്തകമാണ്. നമ്മൾ കഴിഞ്ഞ നാളുകളിലൊക്കെ ആ നിലയിൽ പഠിച്ച ആളുകളാണ് അല്ലേ? ദൈവനിശ്വാസികമായി പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം പ്രാപിച്ച്
മനുഷ്യർ സംസാരിച്ചതും രേഖപ്പെടുത്തിയതുമായ ഒരു പുസ്തകമാണ് ബൈബിൾ. നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരം, അടിസ്ഥാനം എന്ന് പറയുന്നത് ബൈബിളാണ്. ഈ ബൈബിൾ വായിക്കാതെയും പഠിക്കാതെയും നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ മുന്നേറാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളത് പച്ച പരമാർത്ഥമായിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ട ആദ്യ നാളുകളിലേക്ക് ഒന്ന് ചിന്തിച്ച് നോക്കി. ബൈബിളിനോടുള്ള നമ്മുടെ പ്രതിപത്തി എത്രമാത്രമായിരുന്നു. ആ ബൈബിള് കയ്യിലെടുക്കുന്നത് മുതൽ അല്ലേ, എന്തോ ഒരു ഭക്തിയോടും ഭയത്തോടും കൂടെ ആ ബൈബിൾ കൈകാര്യം ചെയ്യുന്ന ആളുകളായിരുന്നു. അത് തുറന്ന് വായിക്കുന്ന ആളുകളായിരുന്നു. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് എത്രയോ ഉത്സാഹിച്ച ആളുകളാണ് നമ്മൾ. എന്നാൽ ഇന്ന് അതിൽ നിന്നൊക്കെ നമ്മൾ ധാരാളം പുറകോട്ട് പോയി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ചില മിനിറ്റുകൾ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ബൈബിൾ വായനയിലേക്ക് നമ്മൾ മടങ്ങി വരണം. അത് ഈ പുസ്തകമായിട്ട് വായിച്ചാലും കൊള്ളാം, ഡിജിറ്റൽ മീഡിയയിൽ കൂടെ വായിച്ചാലും കൊള്ളാം. നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിലോ ലാപ്ടോപ്പിലോ എവിടെ വായിച്ചാലും ഞാൻ അതിനൊന്നും എതിരല്ല. വ്യക്തിപരമായി വായിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞു, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. നമ്മുടെ വളർച്ചയ്ക്ക് അത് വായിക്കുകയോ വായിക്കാതിരിക്കുകയോ അതൊന്നൊരു കാരണമേ അല്ല. പക്ഷേ വായിച്ചാൽ ആ വളർച്ച എന്ന് പറയുന്നത് വിളയും, എന്താണ്, ഫലമുള്ള ഒരു വളർച്ചയായിരിക്കും. വായിച്ചില്ലെങ്കിൽ, വായനയില്ലെങ്കിൽ നമ്മൾ വളയും എന്ന് പറഞ്ഞാൽ അതിന് ഫലം ഉണ്ടാവുകയില്ല. ആ വളർച്ചയ്ക്ക് അത് ഫലകരമായ ഒരു വളർച്ചയല്ല. ഞാനത് ബൈബിളിലേക്കൊന്ന് കൊണ്ടുവന്നേ. അതേ പ്രസ്താവന അദ്ദേഹം ബൈബിളിനെ സംബന്ധിച്ച് പറഞ്ഞൊരു പ്രസ്താവനയൊന്നുമല്ല, അല്ലെങ്കിൽ എഴുതിയ ഒരു വരികളൊന്നുമല്ല. എന്നാൽ ബൈബിളിനെ കുറിച്ച് നമ്മൾ വാസ്തവത്തിൽ ഈ വായന അല്ലെങ്കിൽ ഈ എഴുത്ത് ബൈബിളിനോട് ഏറ്റവും യോജിക്കുന്ന ഒന്നാണ്. അല്ലേ? ഈ ബൈബിൾ വായിച്ചാലും വായിച്ചില്ലെങ്കിലും വളരും. വളർച്ചയ്ക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ വളരും. പക്ഷെ ഫലകരമായ ഒരു വളർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വായിക്കണം എന്ന് തന്നെയാണ് ബൈബിൾ പറയുന്നത്. അല്ലേ? അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിനോട് പറഞ്ഞ ഒരു പ്രസ്താവന വളരെ പ്രസിദ്ധമായൊരു പ്രസ്താവനയാണ് വായനയെ സംബന്ധിച്ച്. എന്താണ്, നിങ്ങൾക്കൊന്ന് പറയാമോ? റെഫറൻസ് ഒന്നും പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, ആ വാക്യമെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. വായനയെ സംബന്ധിച്ച് ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലേ? ദൈവനിശ്വാസീയമായ എഴുത്താണ് അത് എന്ന് നമുക്കറിയാം. ഇനി അത് പൗലോസിനെയൊക്കെ മാറ്റിയിട്ട് ഞാൻ കർത്താവിനെ ആ സ്ഥാനത്ത് നിൽക്കുകയാണ്. ഒരു കർത്താവിന് ഇന്ന് നമ്മളോട് പറയാനുള്ള, കർത്താവ് പറഞ്ഞു അല്ലേ, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കാനായിട്ടാണ്. ഞാൻ സ്ഥലമൊരുക്കി കഴിഞ്ഞാൽ പിന്നെയും നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും. അപ്പോൾ അത് പൗലോസിൻ്റെ ആ പ്രസ്താവന കർത്താവ് പറഞ്ഞൊരു പ്രസ്താവനയായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയേ. കർത്താവ് പറഞ്ഞു, ഞാൻ വരുവോളം. അതായത് രണ്ടാമത് നിങ്ങൾക്കായി ഒരുക്കിയ വാസസ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാനായിട്ട് ഞാൻ വരുന്നത് വരെ നിങ്ങൾ വായനയിൽ ഉറച്ചിരിക്കണം, അല്ലെങ്കിൽ ശ്രദ്ധിച്ചിരിക്കണം എന്ന കർത്താവ് പറയുകയാണ്. ഇത് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. ഇത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ഇത് വായിക്കണം. അല്ലേ? ഇത് വായിക്കാനായിട്ടല്ലേ നമ്മളെ സ്കൂളിൽ വിട്ടത്? അല്ലേ? അനുബന്ധിച്ച പള്ളിക്കൂടങ്ങൾ പണിത് നമ്മുടെ മിഷണറിമാർ കേരളത്തിലെ അന്നുള്ള ആളുകളെയൊക്കെ ഈ പള്ളിക്കൂടത്തിലേക്കും കൂടെ കൊണ്ടുപോയിട്ട് അവരെ പഠിപ്പിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് പിൽക്കാലത്ത് ഈ ഹീബ്രുവിലോ ഗ്രീക്കിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ഒക്കെയുള്ള ബൈബിൾ മലയാളത്തിലേക്ക് കൊണ്ടുവരുവാൻ അവരെ ശ്രദ്ധിക്കുമെന്നും, എന്നിട്ട് എന്തു ചെയ്യും? മലയാളത്തിലേക്ക് വരുന്ന ആ ബൈബിൾ നിങ്ങൾ വായിക്കണം എന്നുമുള്ള ഉദ്ദേശത്തോടു കൂടെ ചെയ്ത ഒരു പരിപാടിയാണ്. അല്ലേ? അപ്പോൾ നമ്മളെ മലയാളം പഠിപ്പിച്ചതും നമ്മളെ ഭാഷ പഠിപ്പിച്ചതും നമ്മളെ അഭ്യസ്തവിദ്യരാക്കിയതുമൊക്കെ എന്തിനാണ് എന്ന് ചോദിച്ചാൽ ദൈവത്തിനൊരു വലിയ ഉദ്ദേശമുണ്ട്. ബൈബിൾ അത് വായിക്കണം. അത് വായിച്ച് അതിലെ യാഥാർത്ഥ്യങ്ങൾ, അതിലെ സത്യങ്ങൾ, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് എല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. അത് ദൈവത്തിൻ്റെ വലിയ ഉദ്ദേശങ്ങളിൽപ്പെട്ട
ഒന്നാണ് അല്ലേ. ജോൺ പൈപ്പർ എന്ന് പറയുന്ന എഴുത്തുകാരൻ, അദ്ദേഹം ബൈബിൾ വായനയ്ക്ക് എന്തുകൊണ്ട് പ്രാധാന്യം കൊടുക്കണം എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവന ഇങ്ങനെയാണ്: ക്രിസ്തുവിൻ്റെ പരമാധികാരം അംഗീകരിക്കുന്നതിനും അവനെ സ്നേഹിക്കുന്നതിനും അവനെ അനുസരിക്കുന്നതിനും ദൈവം തൻ്റെ വചനത്തിൽ നമ്മോട് സംസാരിക്കുന്നത് കേൾക്കുക എന്നതിനേക്കാൾ അടിസ്ഥാനപരമായ മറ്റൊന്നും ഇല്ല. ദൈവത്തിൻ്റെ പരമാധികാരത്തെ അംഗീകരിക്കുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തെ അനുസരിക്കുവാനും ഒക്കെ നമ്മെ പ്രാപ്തിപ്പെടുത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുക എന്നുള്ളതാണ്. അതെങ്ങനെയാണ് കേൾക്കുന്നത്? ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോഴാണ് അല്ലേ. ദൈവത്തിൻ്റെ വചനം, ദൈവം തൻ്റെ വചനത്തിൽ കൂടെയാണ് തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് അല്ലേ. കർത്താവ് ഇന്ന് ഇവിടെയില്ല എന്ന് നമുക്കറിയാം. തൻ്റെ ആ ശാരീരിക സാന്നിധ്യം ഇന്ന് ഇവിടെയില്ല. അവൻ അയച്ച പ്രവാചകന്മാരുമില്ല, അപ്പസ്തോലന്മാരുമില്ല ഒരർത്ഥത്തിൽ അല്ലേ. പിന്നെ എന്താണുള്ളത്? ദൈവത്തിൻ്റെ വചനം എന്നും നമ്മോടൊപ്പമുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ബൈബിൾ വായിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല കേട്ടോ. നമ്മളിപ്പോൾ ഒരു വർഷം 2026 ഈ വർഷം ബൈബിള് വായിച്ച് പൂർത്തിയാക്കുമെന്ന് തീരുമാനിച്ച എത്ര പേരുണ്ട്? കൈവക്കിക്കേ. തീരുമാനിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇനി തീരുമാനിച്ചു കഴിഞ്ഞാലോ എത്ര വരെ അങ്ങ് പോകും മുമ്പോട്ട്? ഉൽപ്പത്തി, പുറപ്പാട്, ഈ ലേവ്യയിലേക്ക് സംഖ്യയിലേക്കൊക്കെ വരുമ്പോൾ പതിയെ അങ്ങ് നിന്നു പോകും അല്ലേ. ഇനി ഇങ്ങനെ അങ്ങ് കുറച്ചങ്ങ് പോയി ഇനി 119ാമത്തെ സങ്കീർത്തനമൊക്കെ എത്തുമ്പോഴത്തേക്കും ഈ ഉത്തരം വലിയ സങ്കീർത്തനം 176 വാക്യം എന്നൊക്കെ കാണും അല്ലേ. എന്ന് പറഞ്ഞാൽ ഈ വംശാവലിയുടെ കണക്കും സംഖ്യ കണക്കും ഒക്കെ വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, ഉൽപ്പത്തി നമുക്ക് സന്തോഷമാണ്, ഇങ്ങനെ വായിച്ച് ഒരു ആവേശമൊക്കെ തോന്നും. പുറപ്പാടും ശരിയാണ് അല്ലേ. മിസ്രയീമ്യരുടെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ അങ്ങ്, പിന്നെ ലേവിയിലൊക്കെ ഈ യാഗങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ മനസ്സിലാകുന്നില്ല എന്നുള്ള പ്രശ്നമൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നിന്ന്. അപ്പോൾ ഇതിങ്ങനെ തുടർന്ന് കൊണ്ടുപോവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഉത്സാഹത്തോടെയാണ് തുടങ്ങുന്നത്, വളരെ ഉത്സാഹത്തോടു കൂടിയാണ് നമ്മൾ തുടങ്ങുന്നതല്ലേ. പുതിയൊരു വർഷം 2026 വരുമ്പോഴത്തേക്കും നമ്മൾ 2025 അവസാനത്തെ ദിവസം നമ്മൾ അങ്ങനെ വാച്ച് നൈറ്റ് പ്രയറിനൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു വലിയ ആവേശമാണ്. പുതിയ വർഷത്തിലേക്ക് വരുമ്പോൾ ഒന്നും അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഈ വർഷം ബൈബിളെങ്കിലും ഞാൻ വായിച്ച് തീർക്കും എന്നുള്ള തീരുമാനമൊക്കെ എടുക്കും. പക്ഷേ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കില്ല. മറ്റെല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സമയമുണ്ട് അല്ലേ. മറ്റെല്ലാത്തിനും നമ്മുടെ മുൻഗണന എന്താണ് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ബൈബിൾ. അതിനെക്കുറിച്ച് ഒരു എഴുത്തുകാരൻ എഴുതിയപ്പോൾ പറഞ്ഞു, ഈ ബൈബിളിന് നിങ്ങൾ മുൻസ്ഥാനം കൊടുക്കുന്നുണ്ട്, ബൈബിൾ വായനയ്ക്ക് നിങ്ങൾ മുൻസ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലയണയുടെ അടിയിൽ ബൈബിൾ കാണുമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ തലയണയുടെ അടിയിൽ ബൈബിൾ വയ്ക്കുമെന്ന്. കാരണം കണ്ണ് തുറന്ന് എഴുന്നേറ്റ് വരുമ്പോഴേ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ ബൈബിളിലേക്ക്, എന്ന് പറഞ്ഞാൽ തലയണയുടെ അടിയിൽ ബൈബിൾ ആക്ഷരികമായിട്ട് വെച്ചു എന്നുള്ള അർത്ഥത്തിലല്ല, ജീവിതത്തിൽ മുൻസ്ഥാനം, ഏറ്റവും മുൻഗണന. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റാൽ ബൈബിൾ വായിക്കാനായിട്ട് ആദ്യം സമയമെടുക്കുമെന്നുള്ള ഒരു തീരുമാനത്തിൽ മുമ്പോട്ട് പോകാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ആളുകൾ അങ്ങനെ ചെയ്യും എന്നാണ് പറയുന്നത് അല്ലേ. ഞാൻ ചില കാര്യങ്ങൾ വളരെ വേഗത്തിൽ പറഞ്ഞ് ഉച്ചഭക്ഷണത്തിന് മുമ്പായിട്ട് അവസാനിപ്പിക്കാം അല്ലേ. നമ്മുടെ രാജേട്ടൻ പറഞ്ഞത് അങ്ങനെയാണ്, ഉച്ചഭക്ഷണത്തിന് മുമ്പ് അവസാനിപ്പിക്കണമെന്നാണ്. അതുകൊണ്ട് നമുക്ക് ഉച്ചഭക്ഷണത്തിന് മുമ്പ് അവസാനിക്കാം. ബൈബിൾ എന്തുകൊണ്ട് പ്രധാനമായിരിക്കുന്നു എന്നുള്ളത് വളരെ വേഗത്തിൽ ഞാനൊന്ന് പറയാം. ബൈബിൾ എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട ഒന്നായിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ബൈബിൾ നശിക്കാതെ എന്നേക്കും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ബൈബിൾ നശിക്കാതെ എന്നേക്കും നിലനിൽക്കുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവർത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. സങ്കീർത്തനങ്ങൾ 119-89 വാക്യത്തിൽ, യഹോവേ നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. യെശയ്യാവ് 40:8 ഇങ്ങനെയാണ് വായിക്കുന്നത്: പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു, നമ്മുടെ ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബൈബിൾ, ദൈവത്തിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കുന്ന ഒന്നാണ് എന്നുള്ളത് ബൈബിളിൻ്റെ പ്രാധാന്യത്തെ വിളിച്ചറിയിക്കുന്ന ഒന്നാണ്. ലോകത്തിലുള്ള മറ്റെല്ലാം മാറിപ്പോകും അല്ലേ. എന്താ മാറാത്തതായിട്ടുള്ളത് ലോകത്തിൽ? ബൈബിൾ അങ്ങ് മാറ്റി നിർത്തിക്കുക. ബാക്കി ഏത് കാര്യത്തെക്കുറിച്ചാണ് ഇത് മാറാതെയാണ് ഇന്ന് നിൽക്കുന്നത്? ഫാഷൻ എടുത്തു നോക്കി, ഓരോ ദിവസം എന്ന് പറഞ്ഞതുപോലെ മാറിക്കൊണ്ടിരിക്കുക അല്ലേ.
ഈ ഹെയർ സ്റ്റൈല് എളുപ്പം നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാനതൊക്കെ പറഞ്ഞത്. ഹെയർ സ്റ്റൈൽ അല്ലേ എത്ര പെട്ടെന്നാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. വളരെ വേഗത്തിലാണ് ഇപ്പോഴത്തെ ഹെയർ സ്റ്റൈലൊക്കെ കണ്ടാൽ. എന്തു മാറ്റമാണ് അതിനൊക്കെ ഉള്ളത്. പക്ഷേ ഈ മാറുന്ന കാര്യങ്ങളോട് മനുഷ്യന് അതിയായ ഭ്രമമാണ് താനും. അതാണ് രസം അല്ലേ. ഫാഷനോട് മനുഷ്യന് അതിയായ ഭ്രമമാണ് അല്ലേ. പക്ഷേ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ഒരു കുറച്ച് നാളത്തേക്ക് ഒരു ഫാഷൻ, അത് കഴിഞ്ഞ് അടുത്തത്, അപ്പോഴത്തേക്ക് അതിലേക്ക് ചാടുന്നു, അതിനടുത്തതിലേക്ക് ചാടുന്നു. ഇപ്പോൾ വന്ന് പണ്ടുണ്ടായിരുന്ന പലതും ഇപ്പോൾ തിരിച്ചു വരുന്നത്. മുമ്പോട്ട് പോകാൻ പറ്റാതെ വന്നപ്പോൾ പഴയതിലേക്ക് പോയിട്ട് അതൊക്കെ പിന്നെ പുതിയ ഫാഷനായിട്ട് വരികയാണ് അല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ലോകത്തിലിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ എല്ലാറ്റിനോടും മനുഷ്യന് ഭയങ്കര സ്നേഹമാണ്, മനുഷ്യന് ഭയങ്കര ഭ്രമമാണ്. അത് ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് അല്ലേ ഒരിക്കലും നിലനിൽക്കുന്ന ഒന്നല്ല. ഒരു ആയുസ് പോലും നിലനിൽക്കുന്നില്ല. അതിന് പുറകെയാണ് മനുഷ്യനിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കി. എന്നാൽ എന്നും നിലനിൽക്കുന്ന ബൈബിളിനെ കുറിച്ചുള്ള മനുഷ്യൻ്റെ അഭിപ്രായം എന്താ? ഈ ബൈബിളിനെ തകർക്കാനായിട്ട് ഒത്തിരി ആളുകൾ നോക്കിയല്ലേ അല്ലേ. ഈ തകർക്കാൻ നോക്കിയവരെല്ലാം തകർന്നുപോയി, അവരൊക്കെ മാറിപ്പോയി. സാമ്രാജ്യങ്ങളും അധികാരങ്ങളും എല്ലാം ഈ ബൈബിളിനെ നിഷ്ഫലമാക്കാൻ അല്ലെങ്കിൽ നിശ്ചലമാക്കാനായിട്ട് ഇതിനി ഇത്ര എത്തി, ശരി, ഇനി അടുത്ത വ്യക്തിയിലേക്ക് ഇത് പോകരുത്, തടുക്കണം, തടയണം. ഇത് തടയാനായിട്ട് ശ്രമിച്ച ആളുകളെല്ലാം മാറിപ്പോയി ഇവിടെ നിന്ന്. പക്ഷേ ബൈബിൾ എഴുതി പൂർത്തിയായതിനു ശേഷവും ഇത്രത്തോളം വർഷങ്ങൾ ബൈബിൾ ഇങ്ങനെ നിലനിന്നു എന്നുള്ളത് എത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ നമ്മൾ നോക്കിയാൽ നമ്മുടെ വീട്ടിലുള്ള ഒന്നിലധികം ബൈബിളുകൾ, പണ്ടൊക്കെ ഒരു ബൈബിളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. പിന്നെ അത് എല്ലാവർക്കും ഓരോന്നായി, ഇപ്പോൾ എല്ലാവർക്കും ഒന്നിൽ കൂടുതലായി. ഈ ബൈബിൾ എന്നും നിലനിൽക്കുന്നതാ. ആ കുടുംബത്തിലുള്ളതെല്ലാം മാറിപ്പോവും, ആളുകൾ മാറിപ്പോവും, അവിടെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും മാറിപ്പോകും. പക്ഷേ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന ബൈബിൾ ഉണ്ടല്ലോ, അതിനൊരു മാറ്റവും ഇല്ല എന്നാണ്. അതിലെ വാക്കുകൾക്കൊരു മാറ്റവും ഇല്ല എന്നുള്ളതാണ്. അതിലെ സത്യങ്ങൾക്കൊരു മാറ്റവും ഇല്ല, എന്നേക്കും നിലനിൽക്കുന്ന ഒന്നാണ് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. യെശയ്യാവ് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? പൂക്കളോടും പുല്ലിനോടുമാണ് പറഞ്ഞത്. പൂക്കളോടും പുല്ലിനോടും തുലനപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത് അല്ലേ. പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു, നമ്മുടെ ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു അല്ലേ. നിരീശ്വരവാദികളായിട്ടും പല തരത്തിലുള്ള സംസ്കാരങ്ങളുമൊക്കെ ഈ ബൈബിളിനെ തകർക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും നമുക്കറിയാം ഇന്നും ബൈബിൾ നിലനിൽക്കുന്നു. ബൈബിൾ സ്നേഹിക്കുന്ന അനേകം ആളുകൾ ഇന്നുമുണ്ട്. ബൈബിളിന് വിലമതിക്കുന്ന അനേകം ആളുകൾ ഇന്നുമുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും കൈകളിൽ നമ്മുടെ സ്വന്തം ഭാഷയിൽ അച്ചടിച്ച് നമ്മുടെ കൈകളിലേക്ക് എത്തി, അല്ലെങ്കിൽ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിലോ ലാപ്ടോപ്പിലോ എവിടെയെങ്കിലും ആവട്ടെ, ടാബിലോ എവിടെയെങ്കിലും ആവട്ടെ, ഈ ഉള്ള ദൈവത്തിൻ്റെ വചനം നമ്മുടെ കൈകളിലേക്ക് എത്തി. ഇന്നും അത് നിലനിൽക്കും. ഇനി നമ്മുടെ കാലം കഴിഞ്ഞാലും 70 അല്ല 80 വർഷം കഴിഞ്ഞാലും ഇത് നിലനിൽക്കും. നമ്മളിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ചരിത്രം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ലോകത്തിൽ എന്ന് നമുക്കറിയാം. ഓരോ ഇസങ്ങളും മാറിക്കൊണ്ടിരിക്കും അല്ലേ. പണ്ടുണ്ടായിരുന്ന ഒന്നും ഇന്നില്ല നമുക്കറിയാം. പക്ഷേ ദൈവത്തിൻ്റെ വചനം എന്നും എന്നേക്കും ഇങ്ങനെ നിൽക്കുകയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. ഈ ബൈബിളിനെ എതിർക്കുന്ന രാജ്യങ്ങളിൽ പോലും തിരുവെഴുത്തുകളുടെ ഒരു പകർപ്പ് നേടാനായിട്ട് ആളുകൾ ഉത്സാഹിക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല അല്ലേ. അതാണ് എന്നേക്കും നിലനിൽക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ് ആ ഒരു ആവേശം ആളുകളുടെ ഇടയിൽ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോസ്തലനായ പത്രോസ് ഏതാണ്ട് ഇതേ വാക്യമാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, സകല ജഡവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗിയെല്ലാം പുല്ലിൻ്റെ പൂ പോലെയും ആകുന്നു. പുല്ല് വാടി പൂ ഉതിർന്നു പോയി, കർത്താവിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം എന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നതാണ് എന്നുള്ളതാണ് ഞാൻ ഒന്നാമത് പറഞ്ഞ കാര്യമെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നതാണ്. ഒരിക്കലും അത് നശിച്ചു പോവുകയില്ല. ആകാശവും മാറും, ഭൂമിയും മാറും. ദൈവത്തിൻ്റെ വചനം അത് എന്നേക്കും സ്ഥിരതയോടെ, അത് ഭൂമിയിലും സ്ഥിരമാണ്, സ്വർഗത്തിലും സ്ഥിരമാണ് എന്നാണ് കർത്താവ് പറയുന്നത്.
യെശയ്യാവിൻ്റെ പുസ്തകം 55-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. അല്ലാതെ ദൈവവചനത്തിന് ഒരു മാറ്റവുമില്ല എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമത് ഞാൻ ബൈബിളിനെ കുറിച്ച് പറയുന്ന രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒന്നാണ് എന്നുള്ളതാണ്. ബൈബിൾ വിശ്വാസയോഗ്യമാണ് എന്നാണ്. നമുക്കറിയാം, ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബൈബിളിൽ പലപ്പോഴും ആവർത്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് അംഗീകരിപ്പാൻ യോഗ്യവും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം, അല്ലെ വിശ്വസിപ്പാൻ യോഗ്യമായ വചനം എന്നുള്ള ആ പ്രസ്താവന തിമോഥെയോസിൻ്റെ ലേഖനത്തിലൊക്കെ അപ്പോസ്തലനായ പൗലോസ് 1-2 ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്, അല്ലേ? ദൈവത്തിൻ്റെ വചനം വിശ്വാസയോഗ്യമാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 119-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 86-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ്: നിൻ്റെ കൽപ്പനകളെല്ലാം വിശ്വാസ്യമാകുന്നു എന്നാണ്. നിൻ്റെ കൽപ്പനകളെല്ലാം വിശ്വാസ്യമാണ്. നോക്കിയേ, വിശ്വസിക്കാൻ പാകത്തിന് ഈ ലോകത്തിൽ എന്താ ഉള്ളത്? ശലോമോൻ എഴുതിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് സകലതും മായയാണെന്നാണ് പറയുന്നത്, അല്ലേ? എന്ന് പറഞ്ഞാൽ ഈ കാഴ്ചയ്ക്ക് കാണുന്നതേ ഉള്ളൂ, ഒരു മായ കാഴ്ചയിലാണെന്നാണ് പറയുന്നത്. എല്ലാം അങ്ങ് വിശ്വസിക്കാനായിട്ട് പറ്റുകയില്ല, അല്ലേ? ഇന്നിപ്പോൾ നമുക്കറിയാം, ഈ വൈകുന്നേരങ്ങളിലൊക്കെ നമ്മുടെ TV ഒക്കെ അങ്ങ് തുറന്ന് വെച്ചാൽ ഈ ചാനൽ ചർച്ചകൾ ഇഷ്ടംപോലെ കാണാം, അല്ലേ? അതിലെന്തെല്ലാം വിശ്വസിക്കാൻ പറ്റും നമുക്ക്? അതിലെന്തെല്ലാം കാര്യം ആധികാരികം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയുന്നത് പലതും, അല്ലേ? പക്ഷേ അത് പോകെ മുമ്പോട്ട് പോകുമ്പോൾ അത് പലതും വിശ്വാസയോഗ്യമല്ല എന്ന് കാണാനായിട്ട് പറ്റും. മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അധികാരങ്ങളെ വിശ്വസിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? മതങ്ങളെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഈ ലോകത്തിൽ എന്തിനാണ് നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നത്? വാക്ക് പറഞ്ഞാൽ വാക്ക് വ്യത്യസ്തപ്പെടുത്തുന്ന ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്, അല്ലേ? ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്. സങ്കീർത്തനങ്ങൾ 19:7 പറയുന്നു, യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളതാണ്, അത് പ്രാണനെ തണുപ്പിക്കുന്നു, അത് വിശ്വാസ്യമാണ്, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. വിശുദ്ധ ബൈബിൾ അത് വിശ്വാസ്യമാണ്, അല്ലേ? നമുക്കറിയാം, ഇതുവരെ ഈ കാലം വരെ, അല്ലെങ്കിൽ നമ്മൾ ഈ നിൽക്കുന്ന ഈ നിമിഷം വരെ പുറകോട്ടം തിരിഞ്ഞു നോക്കിക്കേ, ഇതുവരെ ബൈബിളിൽ നടക്കും എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടന്നില്ലേ, അല്ലേ? ബൈബിളിൽ ഇതുവരെ ഈ നിമിഷം വരെ, ഈ ദിവസത്തിന് മുമ്പ് നടക്കും എന്ന് ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം നിറവേറിയത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കർത്താവ് പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. എസെക്കിയേലിൻ്റെ പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹം പറഞ്ഞു, യഹോവയായ ഞാൻ പ്രസ്താവിപ്പാൻ ഇച്ഛിക്കുന്ന വചനം പ്രസ്താവിക്കും, അത് താമസിയാതെ നിവർത്തിയാകും. മത്സരഗ്രഹമേ, നിങ്ങളുടെ കാലത്തു തന്നെ ഞാൻ വചനം പ്രസ്താവിക്കുകയും നിവർത്തിക്കുകയും ചെയ്യും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ലോകത്തിൽ ആരെയാ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്? ലോകത്തിൽ എന്തിനെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്? വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തതയോടുകൂടെ നമ്മോട് പറയുന്ന കാര്യം ഇതാണ്: എന്നെ വിശ്വസിക്കാം എന്നാണ് ബൈബിൾ പറയുകയാണ്, അല്ലേ? ബൈബിൾ വിശ്വാസയോഗ്യമാണ്. ദൈവത്തിൻ്റെ വചനം വിശ്വാസയോഗ്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അത് വിശ്വാസയോഗ്യമായ ഒന്നാണ്. ഇത് വെറുതെ അങ്ങ് വിശ്വാസയോഗ്യം എന്ന് പറയുന്നതിനേക്കാൾ നമുക്കറിയാം, ഇന്ന് ആധുനിക ലോകത്തിൽ അനേകം ആളുകൾ ഇത് പരീക്ഷണ നിരീക്ഷണങ്ങൾക്കൂടെ തെളിയിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും, അല്ലേ? പുരാവസ്തുശാസ്ത്രം മുഴുവൻ ബൈബിളിൻ്റെ ചരിത്രപരമായ വസ്തുതയെ വിശ്വാസയോഗ്യമാണ് എന്ന് പറയുന്നതാണ്. പഴയ നിയമത്തിലെ പ്രവചനങ്ങളുടെ കൃത്യത പരിശോധിച്ചാൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും, അല്ലേ? പഴയ നിയമത്തിൽ അങ്ങനെ ഒരു രക്ഷകന് വേണ്ടിയുള്ള, പ്രധാനമായിട്ടും മറ്റൊത്തിരി പ്രവചനങ്ങളുണ്ട്, എങ്കിലും ഒരു രക്ഷകന് വേണ്ടിയുള്ള കാത്തിരിപ്പ്, അല്ലേ? യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ യെശയ്യാവ് അദ്ദേഹം പറഞ്ഞു, എന്താണ് പറഞ്ഞത്? കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിച്ചു,
അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കെ കൊണ്ട് അവൻ യേശു എന്ന് പേർ വിളിച്ചു. നോക്കി, പ്രവചനങ്ങളുടെ കൃത്യത പരിശോധിച്ചാൽ ബൈബിൾ പോലെ വിശ്വസിക്കാനായിട്ട് പറ്റുന്ന മറ്റൊന്നുമില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1600, 1500, 1600 വർഷക്കാലത്തുള്ള ഈ ബൈബിൾ എഴുത്തിൻ്റെ ആ ഐക്യത നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും. ഇതെത്ര വിശ്വസിക്കാൻ കൊള്ളാകുന്ന ഒരു പുസ്തകമാണ് എന്നുള്ളത് മനസ്സിലാവും അല്ലേ. ഏതാണ്ട് 1500ഓളം വർഷങ്ങളുടെ ഗ്യാപ്പിലാണ് ബൈബിൾ എഴുതി പൂർത്തിയാക്കിയത്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ആ നീണ്ട കാലയളവിലുള്ള ബൈബിൾ സന്ദേശത്തിൻ്റെ ഏകത നമ്മൾ പരിശോധിച്ചാൽ ബൈബിൾ വിശ്വാസയോഗ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. മാത്രമോ ബൈബിളുമായിട്ടുള്ള സമ്പർക്കം മൂലം ജീവിതം മുഴുവൻ മാറ്റിമറിക്കപ്പെട്ട ആളുകളെ നമ്മളൊന്ന് നോക്കിയാൽ മതി അല്ലേ. ബൈബിൾ എത്ര വിശ്വാസയോഗ്യമായൊരു പുസ്തകമാണ് എന്ന് നമുക്ക് മനസ്സിലാകും അല്ലേ. ലോകത്തിൽ എത്രയോ ആളുകളാണ് ഈ ബൈബിൾ വായിച്ചിട്ട് ബൈബിളിനാൽ ആകർഷിക്കപ്പെട്ടിട്ട് ജീവിതത്തിന് മാനസാന്തരം വന്ന, രൂപാന്തരം വന്ന അവരുടെ ജീവിതത്തെ പരിശോധിച്ചാൽ ബൈബിൾ വിശ്വസിക്കാൻ കൊള്ളാകുന്ന ഒരു പുസ്തകമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ബൈബിളിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിച്ച കാര്യം. എന്തുകൊണ്ട് നമ്മൾ ബൈബിൾ വായിക്കണം? ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അറിയണം എന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. നമ്മൾ എന്തുകൊണ്ട് ബൈബിൾ വായിക്കണമെന്ന് ചോദിച്ചാൽ ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ബൈബിൾ വായിക്കണം. റോമാലേഖനം 11:25 ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രയേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. അപ്പം അവിടെ ഈ കാട്ടൊലിവായിരുന്ന നിങ്ങളെ നാട്ടൊലിവിനോട് ചേർത്ത് ബന്ധിച്ചു എന്നൊക്കെ പറയുന്ന ആ ഭാഗമാണ്. അപ്പം ആ ഭാഗത്തേക്ക് സംബന്ധിച്ച് ആ രഹസ്യം അതെങ്ങനെ നടന്നു, എങ്ങനെയാണ് അത് സംഭവിച്ചത്, എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്നുള്ള ആ രഹസ്യം നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പം ഈ രഹസ്യം അറിയണമെങ്കിൽ എന്ത് വേണം? ഈ രഹസ്യം പറഞ്ഞിരിക്കുന്നത് എവിടെയാണോ അവിടെ വായിച്ചു നോക്കണം. എങ്കിലേ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. 1 കൊരിന്ത്യർ 12:1 അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ എഴുതുന്നത്: സഹോദരന്മാരെ, ആത്മീക വരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ രക്ഷിക്കപ്പെടുന്ന ഓരോ വ്യക്തിക്കും ദൈവം ആത്മവരങ്ങളെ നൽകുന്നു. ഒന്നോ ഒന്നിലധികമോ നമുക്കറിയാം. അപ്പോൾ ഈ വരങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലാക്കണ്ടേ? അത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ആത്മീക വരങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എവിടെയാണോ അത് വായിക്കണം. അപ്പോൾ ഈ ആത്മീക വരങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത്. 2 കൊരിന്ത്യർ 2:11 ഇങ്ങനെയാണ് പറയുന്നത്: സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. അതെങ്ങനെ ഈ സാത്താൻ്റെ തന്ത്രങ്ങളെ നമ്മൾ അറിഞ്ഞത്? അത് ബൈബിളിൽ നിന്നല്ലേ. അത് ബൈബിളിൽ നിന്നാ. അപ്പോൾ ബൈബിൾ വായിച്ചെങ്കിലേ ദൈവം നമ്മളോട് പറയുന്ന, അല്ലെങ്കിൽ ദൈവം നമ്മൾ അറിയണമെന്ന് ആഗ്രഹിച്ച് നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അറിയണമെങ്കിൽ ബൈബിൾ വായിക്കണം. 1 തെസ്സലോനിക്കർ 4:13 സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മരണമെന്ന് പറയുന്ന ഒരു നിദ്രയാണ്. അപ്പോൾ ഈ നിദ്രയിലേക്ക് പോയ, അല്ലെങ്കിൽ മരണത്തിലേക്ക് പോയ ആളുകളെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് വേണം. എങ്കിലേ നിങ്ങൾക്ക് ഈ പ്രത്യാശയില്ലാത്ത ആളുകൾ ദുഃഖിക്കുന്നത് പോലെ ദുഃഖിക്കാതിരിക്കാൻ പറ്റുള്ളൂ. ദുഃഖിക്കേണ്ടെന്നൊന്നുമല്ല അവിടെ കർത്താവ് പറഞ്ഞത്. പക്ഷെ പ്രത്യാശയില്ലാത്ത ആളുകളെ പോലെ ദുഃഖിക്കരുത്. അതറിയണമെങ്കിൽ എന്ത് വേണം? ഈ മരിച്ചു പോയവർക്ക് എന്താ സംഭവിച്ചത്, അല്ലെങ്കിൽ ഈ ഉറക്കത്തിലേക്ക്, നിദ്രയിലേക്ക് വീണ്ടും പോയ ആളുകൾക്ക് എന്ത് സംഭവിച്ചു, എന്താ പറ്റിയേക്കണേന്ന് നമ്മൾ അറിയണ്ടേ. ഇതെവിടെയാണ് പറഞ്ഞേക്കുന്നത്? സയൻസ് പുസ്തകത്തിലുണ്ടോ? ഇംഗ്ലീഷ് പുസ്തകത്തിലുണ്ടോ? കണക്ക് പിടിച്ചാൽ കിട്ടുമോ? ഇത് ബൈബിൾ വായിക്കണം. ഈ ബൈബിൾ വായിച്ചെങ്കിലേ ഇത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ബൈബിൾ എന്തുകൊണ്ട് വായിക്കണമെന്ന് ചോദിച്ചാൽ ദൈവം നമ്മൾ അറിയണമെന്ന് ആഗ്രഹിച്ച് നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ബൈബിൾ വായിച്ചേ പറ്റുകയുള്ളൂ. മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇതൊക്കെ നമ്മൾ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അത് പറഞ്ഞിരിക്കുന്നത് ബൈബിളിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ബൈബിള് വായിക്കണം എന്നാണ്. കർത്താവ് പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ടല്ലോ: നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായക കൊണ്ട് തെറ്റിപ്പോകുന്നു. ഈ തിരുവെഴുത്തെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമല്ലേ. ദൈവത്തിൻ്റെ ശക്തി അറിയണമെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വരണ്ടേ. അല്ല സർക്കസ് കൂടാരത്തിൽ പോയാൽ ദൈവത്തിൻ്റെ ശക്തി കാണാൻ പറ്റുമോ?
അവിടെ മറ്റു പല ശക്തിയും നമുക്ക് കാണാൻ പറ്റും, അല്ലേ? ശരിയല്ലേ? ദൈവശക്തിയെ അറിയണമെങ്കിൽ തിരുവഴുത്തിലേക്ക് വരണം. അപ്പോൾ അത് മനസ്സിലാക്കിയെങ്കിലേ തെറ്റിപ്പോകാതെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു, അല്ലേ? ഈ ശബത്തിൽ ഈ പാടവരമ്പത്തൂട് പോയപ്പോൾ നമ്മുടെ ശിഷ്യന്മാർ കതിര് പറിച്ച് തിന്നല്ലോ. അപ്പോൾ പരീക്ഷ പ്രമാണിമാരൊക്കെ ചോദിച്ചു, ഈ ശബത്തിൽ വിഹിതമല്ലാത്തത് ശിഷ്യന്മാർ ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞ എന്നാ കാര്യം? കർത്താവിനോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? അവരോട് പറഞ്ഞത് മത്തായിയുടെ സുവിശേഷം 12:3-4 അവൻ അവരോട് പറഞ്ഞത്, ദാവീദ് തനിക്കും കൂടെയുള്ളവർക്കും വിശന്നപ്പോൾ ചെയ്തത് എന്ത്? അവൻ ദൈവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്ക് മാത്രമല്ലാതെ തനിക്കും കൂടെയുള്ളവർക്ക് തിന്മാൻ വിഹിതമല്ലാത്ത കാഴ്ചയപ്പം തിന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ഇവർ വായിച്ചിട്ടില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും, അല്ലേ? അപ്പം വായിച്ചില്ലെങ്കിൽ കർത്താവ് ചോദിക്കുകയാണ്, നീ അത് കണ്ടില്ലായിരുന്നോ? നീ അത് വായിച്ചില്ലായിരുന്നോ? നീ അത് അറിഞ്ഞില്ലായിരുന്നോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്നാ പറയും? വായിച്ചില്ലേ നമുക്കൊന്നും പറയാനായിട്ട് ഇല്ല. അപ്പോൾ ദൈവം തൻ്റെ വചനത്തിൽ കൂടെ നമ്മളോട് സംസാരിക്കുന്നു. എന്താണോ നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ അറിയാതെ പോകരുത് എന്ന് ദൈവം ആഗ്രഹിച്ചാണ് ദൈവം പരിശുദ്ധാത്മ നിയോഗത്താൽ മനുഷ്യരിൽ കൂടെ ദൈവനിശ്വാസീയമായി ദൈവത്തിൻ്റെ വചനം നമുക്ക് തന്നത്. അതുകൊണ്ട് ദൈവവചനം വായിക്കാനായിട്ട് നമ്മൾ സമയം ചെലവഴിക്കണം, അല്ലേ? ഈ അനേകം ആളുകൾ ഈ ബൈബിൾ വായിക്കാത്ത ആളുകളെ മുതലെടുക്കും കേട്ടോ. ലോകത്തിലേക്ക് നോക്കിയാൽ അറിയാം, അനേക ആളുകൾ ഈ നമുക്കറിയാം. ഇപ്പോൾ നമ്മളിവിടെ എത്ര പേരുണ്ട്? എനിക്ക് തോന്നുന്നു ഞങ്ങൾ വന്നപ്പോൾ ഒരു 80 കസേര എണ്ണിയിട്ടുണ്ടായിരുന്നു. അതിൽ അത്രയും ആളില്ല, എങ്കിലും ഒരു 10-60 മേളിൽ ആളുകളുണ്ട്, അല്ലേ? ചില ഗ്രൂപ്പ് ചില മീറ്റിങ്ങുകളിലേക്കൊക്കെ ചെന്നാൽ 60 എന്നുള്ളത് മാറി 6000-ഉം 6 ലക്ഷവും ആകും. എന്താ കാര്യം? ഈ 6 ലക്ഷം പേർക്കും ബൈബിൾ അറിയാൻ പാടില്ല എന്നുള്ളതാണ്. അവിടെ മറ്റു പലതും പഠിപ്പിക്കുന്നത് കർത്താവിൻ്റെ നാമത്തിൽ ഒരർത്ഥത്തിൽ ബൈബിൾ ആണെന്നും പറഞ്ഞ് സുവിശേഷം പറഞ്ഞു പോകുന്ന നമുക്കറിയാമല്ലേ. സ്വർഗത്തിൽ പോകാൻ എന്താണ് വഴി എന്ന് ചോദിച്ചാൽ നമ്മൾ പോയി സുവിശേഷം പറയുന്നവരിൽ 100 പേരിൽ 99 പേര് നമ്മളോട് പറയുന്നത് സൽപ്രവൃത്തി ചെയ്താൽ സ്വർഗത്തിൽ പോകാം. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കത്തോലിക്ക സഭയിൽ അങ്ങനെ ജനിച്ചു വളർന്ന ആളാണ്. അപ്പോൾ ഈ ഞങ്ങളുടെ ഈ മിഷൻ ലീഗ് എന്ന് പറയുന്നൊരു സംഘടന ഉണ്ടായിരുന്നു. മിഷൻ ലീഗ് എന്ന് പറയുന്ന സംഘടനയിൽ അങ്ങനെ ചേർന്ന് പ്രവർത്തിക്കും. ഞങ്ങൾ ചെറിയ പിള്ളേരാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു ചെറിയ നോട്ട് ബുക്കുണ്ട്. ആ ബുക്കിൽ ചെയ്യുന്ന സൽപ്രവൃത്തികൾ മുഴുവൻ എഴുതി വെക്കണം. അപ്പോൾ ചെറിയ പ്രായത്തിൽ ഈ ആദ്യ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് മുതലേ ഞങ്ങളെ പഠിപ്പിച്ചു വെച്ചേക്കുന്നത് സൽപ്രവൃത്തി ചെയ്താൽ സ്വർഗത്തിൽ പോകാമെന്ന. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സൽപ്രവൃത്തി ചെയ്യും, എന്നിട്ട് എഴുതി വയ്ക്കും. എന്നും ഇതാ പരിപാടി. അപ്പോൾ ഇങ്ങനെ എഴുതി വെച്ച് എണ്ണി ഇങ്ങനെ കൂട്ടുമാണ്. എത്ര എണ്ണം ചെയ്താൽ പോകാമെന്നറിയാൻ പാടില്ല, അല്ലേ? ആളുകൾ മുഴുവൻ നമ്മളോട് പറയുന്നത് അതാണ്. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും, ഇത് ബൈബിളിലുള്ളത് അല്ലേ? അല്ല. അപ്പോഴാണ് അവരറിയുന്നത് അവർ ബൈബിൾ വായിക്കുന്നില്ല. അവർക്ക് ബൈബിൾ എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡൊക്കെ വെച്ച് അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും 2 മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് ആരാധിക്കാനായിട്ടുള്ളൊരു പുസ്തകം മാത്രമാണ് പല ആളുകൾക്കും ബൈബിൾ എന്ന് പറയുന്നത്, അല്ലേ? റേഷൻ കാർഡ് സൂക്ഷിക്കാനും തിരിച്ചൽ കാർഡ് സൂക്ഷിക്കാനും മക്കൾ പൈസ മോഷ്ടിക്കാതെ പൈസ സൂക്ഷിക്കാനും ഒക്കെയുള്ളൊരു പുസ്തകമായിട്ടാണ് പല ആളുകൾക്കും ബൈബിൾ ഒരു കാലത്തുണ്ടായിരുന്നത്. അതിൽ നിന്നൊക്കെ നമുക്ക് മാറ്റം വന്നു, അല്ലേ? ബൈബിളിൻ്റെ അകത്ത് ഇതൊക്കെ വെച്ചാൽ എങ്ങും നഷ്ടപ്പെടുകയില്ല, ആരും എടുക്കുകയില്ല. കാരണം ബൈബിൾ തുറന്നെങ്കിൽ ഇതൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരു ഖജനാവായിരുന്നു ഒരർത്ഥത്തിൽ ആളുകൾക്ക് ബൈബിൾ. ഇന്നങ്ങനെയല്ല, ബൈബിൾ വായിക്കണം. എൻ്റെ പ്രിയമുള്ളവർ, ബൈബിൾ വായിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ ആളുകൾ നമ്മളെ മുതലെടുക്കും. ബൈബിൾ വായന നമുക്ക് എന്താണ് നൽകുന്നത് അതുകൂടെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. ഒന്ന് ഞാൻ പറയാം, അറിവ് നൽകും എന്നുള്ളതാണ്. ബൈബിൾ വായന നമുക്ക് അറിവ് നൽകും. ഈ പതിവായിട്ട് ബൈബിൾ വായിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ ഒരു കാലത്ത് നമ്മൾ ബൈബിൾ വായിച്ചിരുന്നത് പലതും മനസ്സിലാക്കാതെയാണ്, അല്ലേ? എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എല്ലാ ദിവസവും ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കണമെന്നുള്ളത് നിർബന്ധമായിരുന്നു. ബൈബിൾ വായിക്കും, പക്ഷെ ഒന്നും മനസ്സിലാകുന്നില്ല. പിന്നീട് 19ാമത്തെ വയസ്സിലെ ആളുകൾ വന്ന് ദൂരീകരണം പറഞ്ഞപ്പോഴാണ് ഇതൊക്കെ ബൈബിളിൽ ഉണ്ടായിരുന്നതാണോ? അച്ഛൻ്റെ കൂടെ അൾത്താരവാലനായിട്ട് ഒരു 11 വർഷം ഞാൻ പള്ളിയിൽ നിന്നതാണ്. അന്നൊക്കെ പലപ്പോഴും ബൈബിൾ ഇങ്ങനെ ഒച്ചത്തിലും മൈക്കിൽ കൂടി ഒക്കെ വായിച്ചിട്ടുണ്ട്. അന്നൊന്നും ഇത് പിടികിട്ടിയിട്ടില്ല. ചില ആളുകൾ വന്നിട്ട് നമ്മളോട് ദൂരീകരണം പറഞ്ഞപ്പോൾ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനൊരു അധികാരം എനിക്കുണ്ടെന്ന് അന്നാണ് മനസ്സിലാകുന്നത്. അറിവില്ല, ബൈബിളിനെ കുറിച്ച് അറിവില്ല, അല്ലേ? ദൈവത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ബൈബിൾ വായിക്കണം.
ദൈവശക്തിയെ അറിയണമെങ്കിൽ, ദൈവത്തിൻ്റെ പരമാധികാരം അറിയണമെങ്കിൽ, ദൈവം ചെയ്യുന്ന നന്മകളെ അറിയണമെങ്കിൽ, രക്ഷയെ മനസ്സിലാക്കണമെങ്കിൽ, വിശ്വാസം എന്താണെന്ന് പിടികിട്ടണമെങ്കിൽ ബൈബിൾ വായിക്കാതെ പറ്റില്ല. അപ്പോൾ കേവലം ഈ LKG മുതൽ അങ്ങ് മുമ്പോട്ട് പോയി എത്ര വരെ പോകാമോ അത്രയും കിട്ടുന്ന അറിവല്ല അറിവ്. ആ അറിവൊന്നും നമ്മളെ രക്ഷിക്കുകയില്ല കേട്ടോ. ആ അറിവൊന്നും നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുകയില്ല. ആ അറിവൊന്നും ദൈവത്തിൻ്റെ ശക്തിയെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന അറിവല്ല. ആ അറിവൊന്നും വേണ്ടാന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. അതിനെല്ലാം മുമ്പ് വേണ്ടത് തിരുവചനം വായിക്കുക എന്നുള്ളതാണ്. ബൈബിൾ വായിച്ച് അറിവ് നേടുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ. നമുക്കറിയാം, ഉപമകളിൽ കൂടെയും പല വേദഭാഗങ്ങളിൽ കൂടി ഉപദേശവും ദൈവശാസ്ത്രവും എല്ലാം അടങ്ങിയ ഒരു പുസ്തകമാണ്. പദ്യവും ഗദ്യവും എല്ലാം അടങ്ങിയ, കവിതകൾ അടങ്ങിയ ഒരു പുസ്തകമാണ് ബൈബിൾ. അപ്പോൾ ഈ ബൈബിൾ വായിച്ച് ബൈബിൾ നൽകുന്ന അറിവ് ജീവിതത്തിൽ നേടാത്തവൻ ലോകത്തിലേതറിവ് നേടിയിട്ടും അവന് പ്രയോജനമില്ല. മരിച്ചവരാവാല വൃദ്ധം കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നതായുള്ള ആ ദിവസത്തിൽ ജീവപുസ്തകത്തിൽ പേരില്ലാത്തത് കൊണ്ട് അവനും മരണത്തോടൊപ്പം, പാതാളത്തോടൊപ്പം, പിശാചിനോടൊപ്പം നരകത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും അല്ലേ. എനിക്ക് ഡോക്ടറേറ്റ് ഇല്ല, PhD ഇല്ല, അല്ലെങ്കിൽ എനിക്ക് ഞാൻ 10ാം ക്ലാസ് പാസ്സായില്ല, പക്ഷേ എനിക്ക് ബൈബിൾ അറിയാം. ബൈബിൾ വായിച്ച് ഞാൻ ദൈവത്തെ അറിഞ്ഞവനാണ്, ദൈവത്തെ മനസ്സിലാക്കിയവനാണ്, വിശ്വസിച്ചവനാണ്. ജീവപുസ്തകത്തിൽ എൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. പുതിയ ആകാശത്തിലെയും പുതിയ ഭൂമിയിലേക്കും അവന് പ്രവേശനമുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം വായിച്ച് ദൈവം നൽകുന്ന അറിവ്, പ്രാഥമികമായ അറിവ് അതാണ്. അത് നേടുവാനായിട്ട് നമുക്ക് കഴിയണം. ഞാൻ അധികം വിശദീകരണത്തിലേക്കൊന്നും പോകുന്നില്ല. രണ്ടാമത് ഞാൻ പറയുന്നത് സഹിഷ്ണുത. ബൈബിൾ വായിച്ചാൽ സഹിഷ്ണുത കിട്ടും എന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് സഹിഷ്ണുതയൊക്കെ നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിലാട്ടോ നമ്മൾ ജീവിക്കുന്നത് അല്ലേ. അത് സഭയിലായാലും കുടുംബത്തിലായാലും സമൂഹത്തിലായാലും സഹിഷ്ണുതയോടെ ജീവിക്കാനായിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം വായിച്ചാൽ, അത് പഠിച്ചാൽ നമുക്ക് സഹിഷ്ണുത നേടാനായിട്ട് സാധിക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന കാര്യമാണ്. എബ്രായലേഖനം 11-ാമത്തെ അധ്യായം വിശ്വാസത്തിൻ്റെ പല പ്രായോഗിക തലങ്ങളെക്കുറിച്ചും പറയുന്ന ഒരു അധ്യായമാണ്. എങ്കിലും സഹിഷ്ണുതയോടെ ദൈവത്തിനു വേണ്ടി നിന്ന ആളുകളെക്കുറിച്ച് അവിടെ പറയുന്നത് അല്ലേ. എബ്രായലേഖനം 11-ാമത്തെ അധ്യായം നമുക്കൊന്ന് വായിക്കാനായിട്ട് പറ്റിയാൽ, ഞാൻ പറയാം, അത് നന്നായിട്ട് പഠിക്കാനായിട്ട് കഴിഞ്ഞാൽ, ഞാൻ വിചാരിക്കുന്നത് ഈ ലോകത്തിൽ ഏത് ദുഷ്കരമായിരിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായാലും, എന്തുമാത്രം പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായാലും, വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് കർത്താവിനെ മുറുകെ പിടിക്കുവാനായിട്ട് ആ അധ്യായം നമ്മെ പ്രേരിപ്പിക്കും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. സഹിഷ്ണുതയോടെ നിൽക്കാനായിട്ട് അല്ലേ. ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ട്, കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്, അബ്രഹാമിനെക്കുറിച്ചും ഇസ്ഹാക്കിനെക്കുറിച്ചും യാക്കോബിനെക്കുറിച്ചും ഒക്കെ നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണ്. ഈ ലോകത്തിൽ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം സൃഷ്ടിക്കുന്ന നിത്യമായ കൂടാരത്തിന് വേണ്ടി അവർ കാത്തിരുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അല്ലേ. നോഹ, അല്ലെങ്കിൽ ഹാബേൽ മുതലങ്ങ് തുടങ്ങുകയാണ്. ഹാനോക്ക്, നോഹ എന്ന് പറഞ്ഞ് അങ്ങ് ആ പട്ടിക അങ്ങ് പോയി അങ്ങ് പുതിയ നിയമവിശ്വാസികളിലേക്ക് വരെ എത്തി നിൽക്കുകയാണ് അല്ലേ. പട്ടിണിയും നഗ്നതയും വാളും ഈർച്ചവാളാൽ അറുക്കപ്പെട്ട് സിംഹത്തിൻ്റെ കുഴിയിൽ അകപ്പെട്ട് ഒക്കെ ആളുകൾ പോയപ്പോൾ അവരെയൊക്കെ കർത്താവ് സൂക്ഷിച്ചതും അവർ വിശ്വാസത്തെ മുറുകെ പിടിച്ചതുമായിട്ടുള്ള ആ ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് ദൈവത്തിൻ്റെ വചനം വിളിച്ചറിയിക്കുമ്പോൾ അത് വായിക്കുന്ന നമുക്ക് സഹിഷ്ണുതയുണ്ടാകും. സഹിക്കാനായിട്ടുള്ള കൃപ ദൈവം തരും എന്നുള്ളതിന് സംശയമില്ല അല്ലേ. പഴയ നിയമം വായിച്ചാൽ പ്രവാചകന്മാരെയൊക്കെ കൊന്നതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടല്ലേ അല്ലേ. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 19-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്നറിയാമോ? അങ്ങനെ മഹദിയാം ബാബിലോണിനെയൊക്കെ അങ്ങ് തകർത്ത് കളയുന്നതായിട്ടുള്ള ആ സമയത്ത് സ്വർഗത്തോട് ദൈവത്തിൻ്റെ ദൂതന്മാർ വിളിച്ചു പറയുകയാണ്, സ്വർഗമേ, വിശുദ്ധന്മാരും അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമായുള്ളവരെ, സ്വർഗത്തിലെ എല്ലാവരുമായുള്ളവരെ, നിങ്ങൾ ആനന്ദിച്ചു ഘോഷിപ്പിൻ, ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം നടത്തിയിരിക്കുന്നു. എന്നാലോചിച്ച് നോക്കിയേ, ഈ പ്രവാചകന്മാരൊക്കെ അവർ ജീവിച്ച കാലഘട്ടത്തിൽ, ഈ അപ്പസ്തോലന്മാരൊക്കെ അവർ ജീവിച്ച കാലഘട്ടത്തിൽ സാധാരണ വിശ്വാസികൾ ഈ ചരിത്രത്തിൻ്റെ ഏടുകൾ പരിശോധിക്കുമ്പോൾ അനേകർ രക്തസാക്ഷികളായി തീർന്ന ആ സംഭവങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അന്നൊന്നും ദൈവം പ്രതികാരം ചെയ്തില്ല ഒരർത്ഥത്തിൽ. പക്ഷേ എല്ലാം തീർന്ന് സ്വർഗത്തോട് വിളിച്ചു പറയുകയാണ് ദൈവത്തിൻ്റെ ദൂതന്മാർ, നിങ്ങളിപ്പോൾ ആർപ്പിട്ടോ, നിങ്ങൾക്ക് വേണ്ടി യഹോവ പ്രതികാരം നടത്തിയിരിക്കുന്നു. അവർ സഹിച്ചു നിന്നു അല്ലേ.
വെളിപ്പാട് പുസ്തകം 5-ാമത്തെ അധ്യായത്തിൽ ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ രക്തസാക്ഷികളായി തീർന്ന ആൾക്കാർ വിശുദ്ധ ആത്മാക്കൾ നിന്നുകൊണ്ട് കർത്താവിനോട് വിളിക്കുന്നുണ്ട്, എൻ്റെ കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴാണ് പ്രതികാരം നടത്തുന്നത്? അതിനുള്ള ഉത്തരമാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായങ്ങളിലേക്ക് വന്നപ്പോൾ സഹിച്ചു നിന്ന ഈ ആളുകളുടെ ചരിത്രമാണ് എൻ്റെ പ്രിയമുള്ളവരെ വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സഹിച്ചു നിൽക്കാനായിട്ട് ശക്തി ലഭിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ കൃപ ലഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിന് വലിയ പ്രാധാന്യം കൊടുക്കണം. അത് വായിക്കുവാൻ, അത് പഠിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. തീർന്നില്ലല്ലോ, നമുക്കൊരു നല്ല പ്രോത്സാഹനം നൽകുന്നൊരു പുസ്തകമല്ലേ ബൈബിൾ, അല്ലേ? ഇതുപോലെ പ്രോത്സാഹിപ്പിക്കുന്നൊരു പുസ്തകമുണ്ടോ ബൈബിൾ പോലെ? സയൻസ് വായിച്ചാൽ നമുക്ക് എന്ത് പ്രോത്സാഹനമാണ് കിട്ടുന്നത്? കണക്ക് പഠിച്ചാൽ എന്ത് പ്രോത്സാഹനമാണ് കിട്ടുന്നത്? ജീവിതത്തിൽ മുന്നേറുവാനായിട്ടുള്ള, അല്ലേ, ജീവിതത്തിൽ ഉറച്ചു നിൽക്കുവാനായിട്ടുള്ള, സഹിഷ്ണുതയോടെ ജീവിതത്തിൽ വരുന്നതായിട്ടുള്ള കൈപ്പേറിയ അനുഭവങ്ങളെ നേരിടുവാനായിട്ടുള്ള ശക്തി പകരുന്ന ഒരു പുസ്തകം ഏതാ ഉള്ളത്? വിശുദ്ധ ബൈബിൾ അല്ലാതെ? അപ്പോൾ നമുക്കൊരു പ്രോത്സാഹനം നൽകുന്ന, അല്ലേ? ഞാൻ പറഞ്ഞ പോലെ ഈ എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിലെ വിശ്വാസ വീരന്മാരുടെ പട്ടികയൊന്ന് പരിശോധിച്ചാൽ അതെന്തൊരു പ്രോത്സാഹനമാണ് നമുക്ക് നൽകുന്നതെന്നറിയോ? എന്തൊരു ഉത്തേജനമാണെന്നറിയാമോ ആ പുസ്തകം നമുക്ക് നൽകുന്നത്? ഇയ്യോബിൻ്റെ പുസ്തകം ഒന്ന് വായിച്ചേ. ഇയ്യോബിൻ്റെ പുസ്തകം വായിച്ച് പഠിച്ച് മനസ്സിലാക്കുന്ന ഒരാൾ തകർന്നു പോവുകയാണോ ചെയ്യുന്നത്? അതോ യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തെ ഒരു നാൾ വിട്ടുകളയുകയില്ല എന്ന് പറഞ്ഞ് ഇയ്യോബിനെ പോലെ മുന്നേറാനായിട്ടാണോ ഉത്സാഹിക്കുന്നത്? എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം നമുക്ക് വളരെയധികം പ്രോത്സാഹനം നൽകുന്നതായിട്ടുള്ള പുസ്തകമാണ്. നിരാശ തോന്നുമ്പോൾ, അല്ലേ, സങ്കടങ്ങൾ വരുമ്പോൾ പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ ബൈബിൾ വായിച്ചു, അല്ലേ, ബൈബിളിൽ ആ ഭാഗമുണ്ടല്ലോ അതെന്നെ എന്തുമാത്രം ധൈര്യപ്പെടുത്തിയെന്നറിയാമോ? അല്ലേ, എത്രയോ ആളുകളാണ് അത് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ടവർ എത്രയോ പേരങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്നെ ആശ്വസിപ്പിച്ചു ദൈവത്തിൻ്റെ വചനം, അല്ലേ, അന്നത് കേട്ടത്, അന്നത് വായിച്ചത് എനിക്ക് എന്തുമാത്രം ഉത്സാഹമായി എന്നറിയാമോ എന്ന് പറയുന്ന ജീവിക്കുന്ന സാക്ഷ്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് ചുറ്റും എപ്പോഴും ഉണ്ട് എന്നുള്ളത് നമുക്ക് ഓർക്കാം. തീർന്നില്ല, നമുക്ക് വലിയ പ്രത്യാശ നൽകുന്ന ഒരു പുസ്തകമാണ് ബൈബിൾ എന്ന് പറയുന്നത്, അല്ലേ? ഒരാൾ പറഞ്ഞു, ഭക്ഷണമില്ലാതെ ആഴ്ചകളോളം ജീവിക്കാം, വെള്ളമില്ലാതെ ദിവസങ്ങളോളം ജീവിക്കാം, പക്ഷേ പ്രതീക്ഷയില്ലാതെ എത്ര കാലം ജീവിക്കാനായിട്ട് കഴിയും എന്നാണ്. പ്രതീക്ഷയില്ലാതെ ജീവിക്കുക എന്നാൽ ജീവിക്കുന്നത് നിർത്തുക എന്നാണ് ഒരു എഴുത്തുകാരൻ പറഞ്ഞത്, അല്ലേ? പ്രതീക്ഷയില്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് ജീവിതം അവസാനിപ്പിക്കുക എന്നതിന് തുല്യമാണ് എന്നാണ് പറയുന്നത്, അല്ലേ? ഷേക്സ്പിയർ പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്, ദുരിതം അനുഭവിക്കുന്നവർക്ക് മറ്റൊരു മരുന്നുമില്ല, പ്രതീക്ഷ മാത്രമേ ഉള്ളെന്നാണ് പറയുന്നത്. ദുഃഖം അനുഭവിക്കുന്നവർക്ക്, കയറ്റം കയറുന്നവർക്കുള്ള പ്രതീക്ഷ എന്താ? ഇതങ്ങ് കയറി കഴിഞ്ഞാൽ തിരിച്ചാണേലും ഇറങ്ങുമ്പോൾ ഒരു ഇറക്കം ഉണ്ട്. മുമ്പോട്ട് പോയില്ല, ഇനി തിരിച്ചാണ് ഇറങ്ങുന്നതെങ്കിലും ഇറങ്ങുന്നത് ഒരു ഇറക്കത്തിലേക്കാണ് ഇറങ്ങുന്നത്. ആ ഒരു പ്രതീക്ഷയാണ് ഉള്ളത്, അല്ലേ? നമുക്കറിയാം, ചരിത്രത്തിലുടനീളം മനുഷ്യർക്ക് അനേക കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലേ? ആരോഗ്യം നഷ്ടപ്പെട്ടു, സാമ്പത്തികം നഷ്ടപ്പെട്ടു, പ്രശസ്തി നഷ്ടപ്പെട്ടു, പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു, എന്നിട്ടും അവർ സഹിച്ചു, അല്ലേ? ദൈവമക്കൾ എത്രയോ ആളുകളാണ്, അവർക്കൊരു വലിയ പ്രത്യാശ അവരുടെ ജീവിതത്തിലുണ്ടായി, അല്ലേ? ദൈവവചനം വായിക്കുമ്പോൾ ചരിത്ര പുസ്തകങ്ങൾ, ബൈബിൾ അധികരിച്ച് ക്രിസ്ത്യാനികളായ ആളുകളുടെ ജീവചരിത്രങ്ങൾ വായിക്കുമ്പോൾ എന്തുമാത്രം തിരസ്കരണത്തിൽ കൂടെ അവർ കടന്നുപോയതാണ്, എന്തുമാത്രം ഒറ്റപ്പെടലിൽ കൂടെ അവർ കടന്നുപോയിട്ടുണ്ട്, എന്തുമാത്രം പീഡനങ്ങളിൽ കൂടെ അവർ കടന്നുപോയിട്ടുണ്ട്, അല്ലേ? ക്രിസ്തീയ പീഡനങ്ങളെ വിവരിക്കുന്ന ഒത്തിരി പുസ്തകങ്ങൾ ഒരുപക്ഷെ നമുക്ക് വിപണിയിൽ ലഭ്യമാണ്. നമ്മളതൊക്കെ വായിച്ചിട്ടുള്ള ആളുകളാണ്. അതൊക്കെ വായിക്കുമ്പോൾ അവർക്ക് എന്തുമാത്രം വലിയ പീഡനങ്ങളിൽ കൂടെയാണ് കടന്നുപോയത്, പക്ഷേ അവരെ മുമ്പോട്ട് നയിച്ചതൊരു വലിയ പ്രത്യാശയാണ് എന്നുള്ളതാണ്. ദൈവം നൽകുന്ന പ്രത്യാശ, ദൈവവചനം നൽകുന്ന പ്രത്യാശ എന്നാണ് നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിനെ നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലേ? സദൃശവാക്യങ്ങൾ പറയുന്നത് ആശാവിളംബനം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു എന്നാണ്. ആശാവിളംബനം എന്ന് പറയുന്നത് എന്താ? സഫലമാകാൻ വൈകുന്ന പ്രതീക്ഷകൾ എന്നാണ് മറ്റൊരു വിവർത്തനത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത്. സഫലമാകാൻ വൈകുന്ന പ്രതീക്ഷകൾ ഹൃദയത്തെ രോഗാതുരമാക്കുന്നു എന്നാണ്, അല്ലേ? പ്രതീക്ഷകൾ അതാണ് നമ്മെ മുമ്പോട്ട് നയിക്കുന്നത്, പ്രത്യാശയാണ് നമ്മെ നിലനിർത്തുന്നത്. ഇത് ദൈവത്തിൻ്റെ വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ നൽകുവാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. കാരണം ദൈവം പ്രത്യാശ നൽകുന്ന ദൈവമാണ്. റോമാലേഖനം 15-ാമത്തെ അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രത്യാശ നൽകുന്നു. പിന്നെ 4 കാര്യമാണ് പറഞ്ഞത്.
ഈ ബൈബിൾ വായിച്ചാൽ നമുക്കുണ്ടാകുന്ന പ്രയോജനത്തെ സംബന്ധിച്ചല്ലേ? അറിവ്, സഹിഷ്ണുത, പ്രോത്സാഹനം, പ്രത്യാശ, ഇത് നൽകുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, ഞാനിത് പോയിൻ്റ് ഔട്ട് ചെയ്ത് ചില കാര്യങ്ങളങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് മാത്രമല്ല ദൈവത്തിൻ്റെ വചനത്തിന് നമുക്ക് നൽകാനായിട്ടുള്ളത്. അനേകം നന്മകൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് ലഭിക്കാനായിട്ടുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ബൈബിൾ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ ബൈബിൾ പരിഭാഷ ചെയ്ത് നമ്മുടെ കൈകളിലേക്ക് എത്തിയ ചരിത്രവും കൂടെ ഞാനത് വിശദമാക്കുന്നില്ല. എങ്കിലും ഞാൻ പറയാം, എത്രയോ ആളുകളുടെ ജീവരക്തം അവർ കൊടുത്തിട്ടുണ്ടെന്നറിയാമോ? ഈ ബൈബിൾ ഗ്രീക്ക്, ഹീബ്രു ഭാഷയിൽ നിന്ന് മറ്റനേകം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത് മനുഷ്യർക്ക് വായിക്കുവാനായിട്ട് എത്തിച്ചു കൊടുക്കുന്നതിൽ എത്രയോ ആളുകൾ രക്തസാക്ഷികളായിട്ട് തീർന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ബൈബിൾ ഉണ്ടല്ലോ, അത് പുസ്തക രൂപത്തിലോ അല്ലാതെയോ എന്തുമാകട്ടെ, അതിലെഴുതിയിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഭാഷയിൽ നമ്മുടെ കൈകളിലെത്തുവാൻ അനേകം ആളുകൾ രക്തസാക്ഷികളായി തീർന്നിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തെയും നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. ഇന്നും എത്രയോ ആളുകളാണ് അല്ലേ നമുക്ക് പരിചയമുണ്ട്. നമ്മുടെ കോട്ടയത്ത് നിന്ന് പോയിട്ടുള്ള വിനോദ്, ആനി ദമ്പതികളെ നമുക്ക്, ആ കുടുംബത്തെ നമുക്കറിയാം. എത്രയോ വർഷങ്ങളായിട്ട് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭാഷയിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്യുവാനായിട്ട് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എത്രയോ ആളുകളാണ്, എത്രയോ വർഷങ്ങളാണ് അതിനുവേണ്ടി അവരെ ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, മലയാളത്തിലേക്ക് വരുവാനായിട്ടും എത്രയോ ആളുകൾ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് ഓർക്കാം. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ നമുക്ക് വളരെ ഉത്സാഹത്തോടുകൂടെ ഈ നാളുകളിൽ വായിക്കുകയും പഠിക്കുകയും ചെയ്യുവാനായിട്ട് നമുക്ക് ഉത്സാഹിക്കാം. വേഗത്തിൽ ഞാൻ 1-2 കാര്യങ്ങൾ ടിപ്സായിട്ടും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, ദൈവവചനം വായിക്കാനായിട്ട് ശാന്തമായ ഒരു സമയം നമ്മുടെ മുമ്പിൽ ഉള്ളത് നല്ലതാണ് കേട്ടോ. അത് വചനം വായിക്കാനായിട്ട് നമ്മെ ഉത്സാഹിപ്പിക്കും. ഈ ബൈബിൾ വായിച്ച് തീർക്കാനായിട്ട് ഒറ്റ ഇരിപ്പിൽ വായിച്ചാൽ ഏതാണ്ട് 79 മണിക്കൂർ വേണം എന്നാണ് കണക്കുകൾ പറയുന്നത്. ഒറ്റ ഇരിപ്പിൽ, ഒറ്റ ശ്വാസത്തിലിരുന്ന് ഒട്ടും സമയം കളയാതെ ഫുൾ ഒരു ദിവസം 24 മണിക്കൂർ വീതം അങ്ങ് മുമ്പോട്ട് പോയാൽ 79 മണിക്കൂർ നമുക്ക് ബൈബിൾ വായിച്ച് തീർക്കാനായിട്ട് വേണമെന്ന് പറഞ്ഞാൽ 3 ദിവസവും 7 മണിക്കൂറും കൊണ്ട് ഒരു പ്രാവശ്യം നമുക്ക് ബൈബിൾ വായിച്ചു തീർക്കാനായിട്ട് പറ്റും എന്നാണ്. എന്നാൽ നമുക്കറിയാം, നമ്മൾ മനുഷ്യരായതുകൊണ്ട് നമുക്കതിനുള്ള ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്കത് സാധിക്കുകയില്ല. എങ്കിലും നമ്മുടെയൊക്കെ സഭകളിൽ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ബൈബിൾ വായിച്ചു തീർക്കാനായിട്ടുള്ള ഒരു ക്രമീകരണമൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? ഒരു അധ്യായം, ഒരു ദിവസം ഒരു 4 അധ്യായം എന്നുള്ള നിലയിൽ വായിച്ചാൽ നമുക്ക് നവംബർ അവസാനം ഡിസംബർ ആദ്യമായിട്ട് ബൈബിൾ വായിച്ചു തീർക്കാനായിട്ട് പറ്റും. ഈ വായന മാത്രം പോരാ കേട്ടോ, ഈ വായന മാത്രം പോരാ. പലരും നമ്മൾ ഇന്ന് ഈ വായനയിലെയോ പോകുന്നുള്ളൂ എന്നുള്ളതൊരു സങ്കടകരമായ കാര്യമാണ്. ഈ വായന മാത്രം പോരാ, എങ്കിലും ഇതെങ്കിലും ഉള്ളത് വളരെ നല്ലതാണ് എന്ന് ഞാൻ പറയാം. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാം, അങ്ങനെ ഒരു ലക്ഷ്യം വയ്ക്കുമ്പോൾ, ചാർട്ട് വയ്ക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഈ ഒരു വർഷം കൊണ്ട് വായിച്ചു തീർക്കാനായിട്ടുള്ള ഒരു ലക്ഷ്യമല്ല നമ്മുടെ മുമ്പിൽ വെക്കേണ്ടത്. ഞാനത് ഇങ്ങനെ ചുരുക്കി പറയുകയാണ്. ഒരാഴ്ച കൊണ്ട്, ഒരു ദിവസം 4 അധ്യായം വെച്ച് ഒരാഴ്ച കൊണ്ട് 28 അധ്യായം ഒരാഴ്ച കൊണ്ട് ഞാൻ വായിച്ചു തീർക്കും എന്ന് തീരുമാനിക്കണം. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ, ഇന്ന് വായിച്ചില്ല, ഒരു വർഷം ഉണ്ടല്ലോ അല്ലേ? നമുക്ക് എത്ര വർഷമുണ്ട്? ഒരു വർഷമുണ്ട്. 4 അധ്യായം വെച്ച് വായിച്ചാൽ നവംബർ അവസാനം അല്ലെങ്കിൽ ഡിസംബർ ആദ്യം വായിച്ച് തീർക്കാം. അപ്പോൾ നവംബർ 30 തീർത്തു എന്ന് വയ്ക്കുക, ഡിസംബർ 31 ദിവസം ഉണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ വായന അതിലേക്ക് അങ്ങ് ആക്കാം. അപ്പോൾ ഡിസംബർ 1-ാം തീയതി തീർക്കാം. 2ാമത്തെ ദിവസം അല്ലെങ്കിൽ 2ാമത്തെ പ്രാവശ്യം മുടങ്ങി കഴിയുമ്പോഴും നമുക്കൊരു പ്രതീക്ഷയുണ്ട്, ഡിസംബർ 2-ന് വായിച്ച് തീർക്കാം. ഇതിങ്ങനെ അങ്ങ് കൂടി പോകും. അത് മാറ്റിയിട്ട് ആഴ്ചയിൽ 28 അധ്യായം, ഒരു ദിവസം ഒരു 4 അധ്യായം എന്നുള്ള നിലയിൽ അതിനെ ഒന്ന് വെച്ച്, എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ വെച്ച് ബൈബിൾ മുഴുവൻ വായിച്ചു തീർക്കാനായിട്ട് ഉത്സാഹിക്കണം. പതുക്കെ വായിച്ചാൽ മതി കേട്ടോ. സ്പീഡിലങ്ങ് വായിച്ചു പോയി ഒന്നും മനസ്സിലാകുകയില്ല നമുക്ക്. അതുകൊണ്ട് പതുക്കെ 4 അധ്യായം ദിവസത്തിൽ 24 മണിക്കൂറിൽ 4 പ്രാവശ്യമായിട്ട് വായിച്ചു തീർത്താൽ മതി. അല്ല, ഇനി 8 പ്രാവശ്യമായിട്ട് വായിച്ചു തീർത്താലും കുഴപ്പമില്ല. ഒരു അധ്യായത്തിൻ്റെ പകുതി വീതം അങ്ങനെ പല സമയത്തായിട്ട് വായിച്ചു തീർക്കാനായിട്ട് ഒരു ലക്ഷ്യം നമുക്ക് ആവശ്യമാണ് അല്ലേ? അറിവ് നേടണം, സഹിഷ്ണുത ഉണ്ടാവണം, പ്രോത്സാഹനം വേണം, പ്രത്യാശ വേണം. ഇതൊക്കെ നമ്മുടെ ലക്ഷ്യങ്ങളായിട്ട് നമുക്ക് മുമ്പോട്ട് വയ്ക്കാം. മറ്റുള്ളവരെയും കൂട്ടിച്ചേർത്ത് നമുക്ക് വായിക്കാൻ പറ്റും കേട്ടോ അല്ലേ? നമ്മുടെ കുടുംബത്തിലുള്ളവരെ, സഭയിലുള്ളവരെയൊക്കെ ഒന്ന് ചേർത്ത് എത്ര വായിച്ചു ഈ അധ്യായം ഈ ആഴ്ചയിൽ എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചോദിച്ച് അങ്ങനെ ഒരു കൂട്ടായിട്ട് നമുക്കിത് വായിച്ച് തീർക്കാനായിട്ട് സാധിക്കും. ധാരാളം സാധ്യതകളുണ്ട് കേട്ടോ. ഇനി വായിക്കാനായിട്ട് അക്ഷരാഭ്യാസം ഇല്ലാത്തവർക്ക്, കാഴ്ച കുറഞ്ഞു പോയവർക്ക് ഒക്കെ ഇത് കേൾക്കാനായിട്ടുള്ള സാധ്യതകളുണ്ടല്ലോ അല്ലേ? ഇന്ന് സ്മാർട്ട് ഫോണൊക്കെ എല്ലാവരുടെയും കൈകളിലുണ്ട്. ബൈബിൾ ഡൗൺലോഡ് ചെയ്യാം. ബൈബിൾ ഡൗൺലോഡ് ചെയ്ത് ഓഡിയോയും ഉണ്ട്, എഴുത്തായിട്ട് ബൈബിളുണ്ട്. അതിൻ്റെ അകത്ത് റിമൈൻഡേഴ്സ് വെക്കാനായിട്ട് പറ്റും. ചില ആപ്ലിക്കേഷനിൽ ഓരോ ദിവസവും ഇന്ന സമയത്ത് ഞാൻ ബൈബിൾ വായിക്കും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നമ്മളെ റിമൈൻഡ് ചെയ്യും,
നിൻ്റെ സമയം ഇതാണ്, ബൈബിൾ വായിക്കാനായിട്ടുള്ള സമയം ഇതാണ് എന്ന് പറഞ്ഞ് റിമൈൻഡർ ഒക്കെ അയച്ചു തരും. അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ സാധ്യതകളൊക്കെ ഉപയോഗിച്ച് ദൈവത്തിൻ്റെ വചനം വായിക്കാനായിട്ട് നമ്മളെല്ലാവരും ഉത്സാഹിക്കണം. എൻ്റെ ജീവിതത്തെ ഞാൻ പരിശോധിക്കുമ്പോൾ എനിക്ക് വായനാശീലം ഒത്തിരി കുറഞ്ഞു പോയ ആളാണ്. പണ്ടില്ലായിരുന്നു, എന്നാൽ ഞാൻ പിന്നീട് വിശ്വാസത്തിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വായനാശീലം വളർത്തിക്കൊണ്ട് വന്നു. വായിക്കാനൊക്കെ ഇഷ്ടംപോലെ പുസ്തകങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ പതിയെ പതിയെ അതിൽ നിന്നൊക്കെ ഞാനും പുറകോട്ട് പോയി എന്നുള്ളത് സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും നേരം ഇത് സംസാരിച്ചത്, നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. നമുക്ക് ഒരുമിച്ച് വളരാം അല്ലേ? വായനയിൽ നമുക്ക് വളരാം അല്ലേ? അപ്പോൾ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതായിട്ടുള്ള ആ പ്രസ്താവന നമുക്ക് ബൈബിളിന് വേണ്ടി നമുക്ക് കടമെടുത്ത് ആ നിലയിൽ വായിച്ച് വളർന്ന് നമുക്ക് വിളയാം, ഫലമുള്ളവരായി നമുക്ക് തീരാം. ദൈവം എന്നെയും നിങ്ങളെയും ധാരാളമായി അതിനുവേണ്ടി ഉത്സാഹിപ്പിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.